പല ടൈപ്പ് ബിരിയാണികൾ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടാകും. പല നാട്ടിലും പല രീതിയിലായിരിക്കും ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതൊരു ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണിയാണ്. ഇത് ഒതൻറ്റിക് മെത്തേഡല്ല, ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് നല്ല സൂപ്പ് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണികളുടെ മേക്കിംഗ് എല്ലാം നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഈ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അതിനായി വെൽക്കം ബാക്ക്, എല്ലാവർക്കും സെഡൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ബിരിയാണി നമ്മൾ മട്ടൺ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, ഹൈദരാബാദി മട്ടൺ ബിരിയാണി. അപ്പോൾ നിങ്ങൾക്ക് മട്ടണിന് പകരം ബീഫ് അല്ലെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം. ചിക്കനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ്, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഇത് പ്രീ കുക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ പ്രീ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ. ബീഫോ മട്ടനോ ആണെങ്കിൽ മാത്രം പ്രീ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ അളവ് പറഞ്ഞു തരാം. മട്ടന് നമ്മളൊരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ടു ലാർജ് സൈസിൽ കട്ട് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. പ്രീ കുക്ക് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചതച്ചത്, അതായത് വെളുത്തുള്ളി ചതച്ചത്. ഇതിലേക്ക് ഇനി 5-6 പുതിനയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് പട്ടയാണ്. പട്ട ഒരു 2 പീസ് ഇട്ട് കൊടുത്താൽ മതി. 1 ഇഞ്ച് സൈസുള്ള 2 പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 കപ്പിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിച്ച് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുകയാണ്. മട്ടൻ ഇവിടുന്ന് കുക്കായിക്കോട്ടെ. ഒരു 5 to 6 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ച് വർക്ക് കൂടി ചെയ്ത് തീർക്കാനുണ്ട്. നമ്മൾ സവാള കട്ട് ചെയ്ത് വെക്കുകയാണ്. വളരെ നേരിയതായിട്ടാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇത് 4 വലിയ സവാളയാണ് കേട്ടോ ഉള്ളത്. ഇത് നമ്മൾ വളരെ നേരിയതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മതി നമുക്ക് കംപ്ലീറ്റ് ബിരിയാണിയുടെ എല്ലാ പ്രോസസ്സിലേക്കും ഉള്ള സവാളയാണിത്. ഇനി നമുക്കിതൊന്ന് ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിതിൽ കംപ്ലീറ്റ് സവാള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പ് ഇതാണ്. കൂടുതൽ നേരം നമ്മൾ സവാള ഫ്രൈ ചെയ്യരുത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ബിരിയാണിയിൽ ആ ടേസ്റ്റ് മനസ്സിലാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. സവാള ഫ്രൈ ചെയ്യുന്ന ഈ സമയം കൊണ്ട് നമ്മുടെ മട്ടനും അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സവാള അധികം നേരം ഫ്രൈ ചെയ്യരുത്. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുന്ന സമയത്ത് തന്നെ എടുത്ത് മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മളിത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റി നല്ലപോലെ ഓയിൽ ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. ഈ സവാളയാണ് നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം മസാല പ്രിപ്പയർ ചെയ്യുന്നത് മാത്രമല്ല, ഗാർണിഷിങ്ങിനും ഈ സവാള തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ ഒന്ന് തണുത്തോട്ടെ. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ മട്ടൺ റെഡിയായോ എന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 6 വിസിലാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റീം എല്ലാം പോയതിന് ശേഷം നമ്മൾ പ്രഷർ കുക്കറൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്ത് ഈ മട്ടൻ ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ മസാല ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിടുന്ന സമയത്ത് നമ്മൾ നേരത്തെ മട്ടൻ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പിടാൻ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ്, ചെറുനാരങ്ങ നീര്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഇനി നമ്മൾ മട്ടൺ മിക്സ് ചെയ്ത് നല്ലപോലെ യോജിപ്പിച്ച് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മട്ടന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടൺ കംപ്ലീറ്റ് ഇതിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും 5-6 പുതിനയിലയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. അടുത്ത
അടുത്തത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോളയാണ്. അപ്പോൾ സവോള ആഡ് ചെയ്യുമ്പം പ്രത്യേകം പറയാനുള്ളത് കൂടുതലായിട്ട് സവോള ആഡ് ചെയ്യരുത്. ഇത് ഫ്രൈ ചെയ്ത സവോള ആയതുകൊണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ബിരിയാണിയുടെ ടേസ്റ്റ് നന്നായി മാറിപ്പോകും. അപ്പോൾ ഒരു പകുതി തൊട്ട് 1/4 പോർഷൻ മാത്രം ആഡ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ സവാള ആഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫൈനലായിട്ട് നമ്മൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അതൊരു 1/4 കപ്പ് ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബിരിയാണി നമുക്ക് പാർട്ടി ഒക്കേഷൻസിലേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് തലേ ദിവസം ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അങ്ങനെ സൂക്ഷിക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തിട്ടുള്ള സവാള നമ്മൾ പിറ്റേ ദിവസം കുക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ 1 മണിക്കൂർ മുന്നേ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണിത്. ഇപ്പം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് ഒരു 4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി ഇതാ നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ റൈസിൻ്റെ പ്രിപ്പറേഷന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു 3 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനൊരു കാൽക്കുലേഷൻ നമ്മൾ നോക്കുന്നത്, ടൈമിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത് നമുക്ക് ദമ്മിടുന്ന സമയത്ത് ചോറും മസാലയും ഒരേപോലെ ചൂടോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ബിരിയാണിക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാ നമ്മൾ ബസ്മതി റൈസ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഒരു ½ ആൻ അവർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു വലിയ വെസലിൽ കുറച്ചധികം വെള്ളം എടുക്കുകയാണ്. മെഷർമെൻ്റ് ഒന്നുമില്ല, കുറച്ചധികം തന്നെ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു 5 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 4 to 5 കരയാമ്പൂവാണ്. പിന്നെ 2 ചെറിയ കഷ്ണം കറുവപ്പട്ട. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്താണ് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ദമ്മ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിനുവേണ്ടി 1/2 കപ്പ് പാലിലേക്ക് 2 നുള്ള് കുങ്കുമപ്പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുങ്കുമപ്പൂവ് ഇല്ലെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. അപ്പം നമ്മൾ ഈ കുങ്കുമപ്പൂവ് കൂടി ചേർത്ത് നമുക്ക് പാൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ചോറിന് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള റൈസ് നല്ലപോലെ ഡ്രെയിൻ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ റൈസ് നമ്മളിതിൽ കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്യില്ല. ഒരു 1/4 ഭാഗം കുക്കായാൽ നമ്മളിതിൽ നിന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാണ് ചെയ്യാം. അപ്പോൾ നമുക്കതുവരെ ഇത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ മസാല പ്രിപ്പറേഷൻ തുടങ്ങാം. ഇപ്പോൾ ഒരു 4 hours ആയിട്ടുണ്ടാക്കും നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിതൊരു സോസ് പാനിലേക്ക് മാറ്റി നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഓയിൽ തന്നെ മതി. അപ്പോൾ ഇത് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 10 minutes ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കറക്റ്റ് 10 minutes ആയിട്ടുണ്ട്. നമുക്ക് കാണാം ഇതിൽ നിന്ന് മസാലയിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് ക്ലോസ് ചെയ്ത് ഒരു 10 minutes ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ടൈമിൽ നമ്മുടെ റൈസ് ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു 1/4 ഭാഗം വരെ റൈസ് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ മസാല ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 10 minute കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മസാലയിൽ നിന്ന് കുറച്ച് ഗ്രേവി മാത്രം മാറ്റിയെടുക്കുകയാണ്. നമ്മളിത് ദമ്മിടാൻ വേണ്ടിയിട്ട് ലെയർ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗ്രേവി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ലെയർ റൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അടിയിലെ മസാല കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ലെയർ റൈസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പിന്നെ കുറച്ച് റോസ്റ്റഡ് കാഷ്യൂസും റൈസിൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കളറിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള പാല് ഇതാ ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം.
നേരത്തെ സെയിം പ്രൊസീജിയർ ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്യൂസും റൈസിൻസും ഒണിയൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എക്സ്ട്രാ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. നേരത്തെ മാരിനേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്തിട്ടില്ല ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത് ഗീ ആണ്. അത് നമ്മൾ ഒരു 2 to 3 ടീസ്പൂൺ ഗീ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള പാല് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഫൈനലി ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുത്ത് ഇത് ക്ലോസ് ചെയ്യണം. ഇത് നല്ലപോലെ എയർ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരമാണ് ഇത് ദമ്മിടുന്നത്. 10 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റിന് ശേഷമാണ് ഇതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും സ്റ്റിക്കി ഇല്ലാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈദരാബാദി ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാകും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബിരിയാണിയുടെ റൈസ് എല്ലാം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാർട്ടി ഒക്കേഷൻസിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ, ഈ റെസിപ്പി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. So see you in next video. Till then, take care and bye bye.